ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ളവരാണ് നമ്മളെല്ലാവരും. ചിലപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വലിയ ഉപദേശങ്ങളും വലിയ ഐഡിയാസും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. എങ്കിൽ പോലും ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചില ടിപ്സും ചെറിയ ചില കാഴ്ചകളുമൊക്കെ ഇതിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കാറുണ്ട്. അത്തരം പുതിയ കാഴ്ചകളുമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആറ്റുചമ്പല്ലിയാണ്. അത് പപ്പാസ് വെക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ ജ്വല്ലറി, അതായത് പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഒരു മാല ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുടി. പലപ്പോഴും നമ്മൾ മുടി സംരക്ഷിക്കാനും വളർത്താനും ഒക്കെ ആയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെയർ സെറ്റിംഗ്. പലപ്പോഴും നമുക്ക് ചേരുന്ന രീതി ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാറില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിനെ ആശ്രയിക്കുന്നത്. ഇന്ന് നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് വ്യത്യസ്തമായൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടി ഒരു വേവ്സും കുറച്ച് കേളും സ്ട്രെയിറ്റും അല്ലാത്ത ഒരു മീഡിയം മുടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയൺ പോഡ് വെച്ചിട്ട് സ്റ്റീം അയൺ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഷോൾഡർ വരയ്ക്കുള്ള മുടി അയൺ ചെയ്യുകയും അതിനുശേഷം ബാലൻസ് വരുന്ന മുടി കേളർ ഉപയോഗിച്ച് കേൾ ചെയ്ത് ഒരു ഡിഫറെൻറ്റ് ലുക്ക് നമ്മൾ കൊടുക്കാനാണ് പോകുന്നത്. നമ്മൾ മുടി ഷാമ്പു വാഷ് ചെയ്ത് മുടി ബ്ലോ ഡ്രൈ ചെയ്ത് ഉണക്കിയ ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മുടി ഷാമ്പു വാഷ് ചെയ്തു, നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തു. ബ്ലോ ഡ്രൈ ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് മോളിൽ നിന്ന് ഈ റൂട്ടിൽ നിന്ന് തൊട്ട് ഷോൾഡർ വരയ്ക്കുള്ള ഭാഗം നമ്മൾ അയൺ പോട്ട് വെച്ച് അയൺ ചെയ്യാൻ പോകുന്നത്. ആ അയൺ ചെയ്ത ശേഷമാണ് നമ്മൾ എൻഡ്സ് നമ്മൾ കേൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റീം അയൺ പോഡ് വെച്ച് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞു. അയൺ ചെയ്ത ശേഷം നമ്മൾ താഴോട്ടോട്ട് ഷോൾഡറിന് താഴോട്ട് നമ്മൾ കേൾ ചെയ്തിരിക്കുന്നതാണ്. അത് കേൾ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റൈലിംഗ് ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഹോട്ട് കേൾസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, കേളിങ് അയൺ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കേൾ അയൺ വെച്ചിട്ട് നമ്മളത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മുകളിലുള്ള മുടിയെല്ലാം നമ്മൾ അയണും ചെയ്ത് കുറച്ച് ചൂടും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുടിക്ക് വേറെ ബേണിങ്ങോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുറച്ച് ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അതുപോലെ മെഡിസിനായിട്ടുള്ള ആയുർവേദ ഡ്രൈനസ് ട്രീറ്റ്മെൻറ്റിനുള്ള ഹെയർ പ്രൊട്ടക്ടർ നമുക്കതിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ഫിനിഷ് ആവും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന സ്റ്റൈല് വൈകുന്നേരം വരെ, ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു ഫംഗ്ഷൻ സെറ്റിൽ വൈകുന്നേരം വരെ നമുക്കത് നിൽക്കും. ഇങ്ങനെ തന്നെ അമിതമായിട്ട് വിയർക്കുകയോ അല്ലെങ്കിൽ നനയുകയോ ചെയ്താൽ മാത്രമേ ഇത് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുടി കെട്ടി വയ്ക്കുകയോ മുടി കോമ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത്, അല്ലെങ്കിൽ ചാരി ഇരിക്കുന്ന സമയത്ത് മുടികെട്ട ഇഴകൾ നമ്മൾ വരസലുണ്ടാവുകയോ ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റൈലിന് വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്കിത് ഇങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ജെല്ലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ ഓയിൽ ചെയ്ത് നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് ചീകി ഉണക്കി പ്രൊട്ടക്റ്റ് ഇടാൻ കൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ മുടിക്ക് ദോഷങ്ങളും ഉണ്ടാകുന്നില്ല. അയൺ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജെല്ലുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. സ്റ്റൈൽ ചെയ്യാൻ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റൈൽ ചെയ്ത ശേഷം ഇതിൻ്റെ ആഫ്റ്റർ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാനുള്ള മുടി നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും.
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആറ്റുചമ്പല്ലിയാണ്. സാധാരണ നമ്മൾ വീടുകളിൽ മിക്സി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ അത് വളരെ വേഗം കേടാവാറുണ്ട്. അതില്ലാതിരിക്കാൻ 2-3 ടിപ്സ് പറഞ്ഞു തരാം. മിക്സിയുടെ മെയിൻ പ്ലഗ് ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് കഴുകുമ്പോൾ അതിൻ്റെ താഴെ വെള്ളം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാടൻ വിഭവങ്ങളുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ഷാപ്പ് വിഭവമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആറ്റുചമ്പല്ലിയാണ്. അത് പപ്പാസ് വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ചേരുവകൾ: എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് 2 പെരിഞ്ചീരകം ഇടും. പിന്നെ വറമുളക്, കറിവേപ്പില, മല്ലിയില, ഉള്ളി, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരച്ചത്, ലേശം പുളി, തേങ്ങാപ്പാൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ. ഇത് ചട്ടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ചട്ടിയിലൊന്നും ആരും ഉണ്ടാക്കാറില്ല. ചട്ടി വെക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇതിൽ കറിവേപ്പില, ഉണക്കമുളക്, പെരിഞ്ചീരകം, ഇനി ഇതിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, പച്ചമുളക്, ഉപ്പ് പൊടി ലേശം, തക്കാളി അല്പം, ഇതൊരു ചുമന്ന കളറായി വരുമ്പോൾ അല്പം മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. നല്ല ചുമന്ന പരുവം വരെ ഇളക്കി ഇരിക്കണം. ചട്ടി ആയതുകൊണ്ട് തീ കുറച്ച് വെക്കണം. ഇത് ഒരുമാതിരി പാകമായി കഴിഞ്ഞ് തേങ്ങാപ്പാൽ ലേശം, കുടംപുളി 1 കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം. തക്കാളി ഇടുന്ന കാരണം പുളി ലേശം മതി. ലേശം പാൽ കൂടി ഒഴിക്കാം. അരപ്പ് ഒരുമാതിരി കുറുകിയ പരുവമായി. ലേശം ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില, കറിവേപ്പില അരിഞ്ഞത് കുറച്ച്. അരപ്പ് തിളച്ച് ഒരുപാട് തിളയ്ക്കുന്നതിന് മുൻപേ ഒരുമാതിരി പൊങ്ങി വരും. ആ പരുവത്തിന് ഇതിൽ മീനിടുക. ആറ്റുചമ്പല്ലിയാണ്. ഇനി വേവ് തീരെ കുറവാണ്. ഒരുപാട് തീയില്ലാതെ ചൂട് പിടിച്ചാൽ മതി. അപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അല്പനേരം മൂടി വെക്കാം. 5 മിനിറ്റ് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഈ മീൻ. നമുക്കിനി ഇത് റെഡിയായൊന്ന് നോക്കാം. തിളച്ച് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിടണം. അല്പം പാൽ കൂടി ഒഴിക്കുക. കറിവേപ്പില ഇടുമ്പോൾ കൈകൊണ്ട് മുറിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടി. ഒന്നുകൂടി അടയ്ക്കാം. ഒരു മിനിറ്റ്. ആറ്റുചമ്പല്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇന്ന് നമ്മൾ കരിമീനാണ് പൊള്ളിക്കാൻ പോകുന്നത്. ഇലയിൽ പൊള്ളിക്കാൻ പോവുകയാണ് കരിമീൻ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കരിമീൻ, വെളുത്തുള്ളി, ഇഞ്ചി, മസാല, കുരുമുളക്, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ഗ്രേവി പുരട്ടി വെച്ചിരിക്കുകയാണ്. കരിമീൻ പൊള്ളിക്കുന്നത് വറുത്തും പൊള്ളിക്കാം, പക്ഷേ ഇത് ഞാൻ വറക്കാതെ തന്നെ പൊള്ളിക്കാൻ പോവുകയാണ്. സ്വല്പം എണ്ണ ഉരുളിയിൽ ഒഴിക്കുകയാണ്. ഇനി സാധനമെല്ലാം ഇലയിൽ വെക്കുകയാണ്. സബോള, സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, മല്ലിയില, കറിവേപ്പില, തക്കാളി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ലേശം മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, മസാലയൊക്കെ അരച്ച പേസ്റ്റ് ശാലം. ഈ ഗ്രേവിയായിട്ട് മസാല പുരട്ടിയ കരിമീൻ ഇതിലേക്ക് വെക്കുകയാണ്. ഇലക്കകത്ത് വെച്ച് പൊതിയാണ്. പൊതിഞ്ഞ് മടക്കി വെക്കുകയാണ്. ഒരു ചെറിയ ഭാരം എന്തെങ്കിലും പൊള്ളിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും, പെട്ടെന്ന് ശരിയായി കിട്ടും. ചെറുതായിട്ടൊന്ന് മറിച്ച് വെക്കാം. തീ കൂടാതെ ശ്രദ്ധിക്കണം. പതുക്കെ ഇരുന്ന് അതിൻ്റെ മസാലയെല്ലാം അതേ പിടിച്ച് അത് വാടി വെന്ത് വരും. ധൃതി വെച്ചാൽ ശരിയാകുകയില്ല. പതുക്കെ ചെറുതായി ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് തീ കുറച്ചിട്ട് മൂടി വെക്കണം. പിന്നെ തുറന്ന് നോക്കണം, ഇല കരിയുന്നുണ്ടോ മീൻ കരിയുന്നുണ്ടോ എന്ന് തുറന്ന് നോക്കണം. നോക്കിയിട്ട് ഒന്നുകൂടെ മറിച്ച് വെക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് മൂടി വെക്കുക. ഇപ്പോൾ ഏതാണ്ട് കരിമീൻ റെഡിയായി കഴിഞ്ഞു. നമുക്കത് പ്ലേറ്റിലെടുക്കാം. കരിമീൻ പൊള്ളിച്ചത് ഇലയിൽ റെഡിയായി കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് അല്പം മല്ലിയില, കറിവേപ്പില എല്ലാം ഉള്ളതാണ്. കരിമീൻ റെഡിയായി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ ജ്വല്ലറി, അതായത് പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഒരു മാല ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. പേപ്പർ കൊണ്ടുള്ള പല തരത്തിലുള്ള ആഭരണങ്ങൾ നമുക്കിപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പല നിറങ്ങളിലുള്ള, പല തരത്തിലുള്ള വ്യത്യസ്തമായ ആഭരണങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേപ്പർ കൊണ്ടുള്ള മാല നിർമ്മാണമാണ്. നമസ്കാരം. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പലതരത്തിലുള്ള ഓർണമെൻറ്റ്സ് ലഭിക്കും. അതിൽ ജൂട്ട്, ടെറാക്കോട്ട, പേപ്പർ ജ്വല്ലറി, ഫ്യൂഷൻ ജ്വല്ലറി, ക്ലോത്ത് ജ്വല്ലറി, അങ്ങനെ ഒത്തിരി വെറൈറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ ജ്വല്ലറി, അതായത് പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഒരു മാല ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം.
ഇത് കില്ലിംഗ് പേപ്പറാണ്. ഇത് സാധാരണ എല്ലാ കടകളിലും ലഭിക്കും. സിംഗിൾ കളറിലും ലഭിക്കും, വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫെവിക്കോൾ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഐപ്പിൻ, ഇയർ ടാഗ്, അങ്ങനെ ഉള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുക. ഇതിൽ പേപ്പർ ജ്വല്ലറി ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു നീഡിൽ ആവശ്യമാണ്. ഈ മോഡലാണ് ആ നീഡിൽ ലഭിക്കുന്നത്. നമുക്കിനി പേപ്പർ ജ്വല്ലറി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു കില്ലിംഗ് പേപ്പർ എടുക്കാം. അത് കളറ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടത്. ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത കളറ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഈ നീഡിലേക്ക് കയറ്റുക. അത് ചുറ്റി കൊടുക്കുക. ടൈറ്റായിട്ട് തന്നെ ചുറ്റണം. ഒരിക്കലും ലൂസ് ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലൂസാവാതെ ടൈറ്റായി തന്നെ ചുറ്റിയെടുക്കണം. ഇനി റോൾ ചെയ്ത പേപ്പറിലേക്ക് ഫെവിക്കോൾ തേക്കണം. ഫെവിക്കോൾ തേച്ച് അമർത്തി പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ നീഡിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ വേണം ഊരിയെടുക്കാൻ. നമ്മുടെ ഈ മാലയ്ക്ക് എത്ര റോളുകൾ വേണം എന്നത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നതിന് ഒരു 6 ചെറിയ ടൈപ്പ് റോളും ഒരു വലിയ ടൈപ്പ് റോൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള 6 റോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോള് തയ്യാറാക്കാം. ഇന്നിപ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് വൈറ്റ് റിബൺ എടുത്തിട്ട് ചുറ്റുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക. ചുറ്റി ഇതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് റിബൺ ഒട്ടിച്ചു കൊടുക്കണം. ശ്രദ്ധിച്ച് ഒട്ടിക്കണം. ടൈറ്റായി തന്നെ ബ്ലാക്കും ചുറ്റി കൊടുക്കുക. ബ്ലാക്ക് ചുറ്റി കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഫെവിക്കോൾ പതുക്കെ തേച്ച് കൊടുക്കുക. ഫെവിക്കോൾ തേച്ചതിന് ശേഷം ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള റൗണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ നമുക്ക് ലോക്കറ്റാക്കി മാറ്റാമെന്ന് നോക്കാം. ഫസ്റ്റ് ഈ നമ്മൾ ഡബിൾ ഷെയ്ഡിൽ ചുറ്റിയെടുത്ത റൗണ്ട് വെക്കുക. ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഓരോരുത്തരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആദ്യം പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. പതുക്കെ ഒട്ടിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ ഈ ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ലോക്കറ്റ് എങ്ങനെ മാലയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ പീസ് റിബൺ എടുക്കുക. റിബൺ കൈ കൊണ്ട് പതുക്കെ റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുക്കണം. ത്രെഡിൻ്റെ മാലയാണിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് എത്ര വലിപ്പമുള്ളതാണെന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ കൊളുത്ത് റെഡിയാക്കുക. ശ്രദ്ധിക്കണം, എപ്പോഴും ത്രെഡ് കയറാവുന്ന വിധത്തിൽ വേണം ഹോളിൻ്റെ വലിപ്പം നിശ്ചയിക്കാനായിട്ട്. അതിനുശേഷം ഇതെടുത്ത് ലോക്കറ്റിൻ്റെ സൈഡിലേക്ക് പതുക്കെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. ഇത് ഫാനിൻ്റെ അടിയിൽ മറ്റോ വെച്ചിട്ട് ഉണങ്ങാൻ അനുവദിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഹാഫ് ബീഡ് സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലോക്കറ്റ് ഫിനിഷ് ചെയ്തു. ഇതുപോലെ ചെയ്തെടുത്ത മറ്റൊരു ഡിസൈനാണ് ഇത്. ഇതിലേക്ക് എങ്ങനെ ചരട് കോർത്തെടുത്ത് മാലയാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മോഡൽ ചരട് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കും. ആദ്യം തന്നെ അതിൻ്റെ ഹുക്ക് അഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ റൗണ്ടിലേക്ക് പതുക്കെ കയറ്റണം. കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഒരു മാല കിട്ടുന്നതാണ്. ഈ മാലയ്ക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ്.
ബ്ലാക്കോ ഗ്രീനോ യെല്ലോയോ ഏത് കളർ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം. चंद्रलेखा